വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ്, അതായത് ഗണിതവുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് സെക്ഷൻ എ ആണ്. ഇതിൽ 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 6.5 സ്ക്വയർ ഇസിക്കൽ ടു 36 പ്ലസ് ഒരു ഡാഷ് ഇട്ടിരിക്കുകയാണ് അല്ലേ. ഈ ഡാഷ് ഇട്ടിരിക്കുന്ന ഭാഗത്ത് എന്താണ് ഫില്ല് ചെയ്യേണ്ടത്? പ്ലസ് 0.525 ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുപോലെ ഈ ഡാഷ് ഇട്ടിരിക്കുന്ന ഭാഗത്ത് എന്താണ് ഫില്ല് ചെയ്യേണ്ടതെന്നാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 2, 4, 6, 8. അപ്പോൾ ഇങ്ങനെ സ്ക്വയർ ഇട്ടൊരു ഇത് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാറുള്ളൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് വൈ, 2xy പ്ലസ് വൈ സ്ക്വയർ, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാലാണ് 6 സ്ക്വയർ, 6 സ്ക്വയറിൻ്റെയാണ് 36. അടുത്തത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 2xy എന്നാണ് പറയണേ. അപ്പോൾ 2 ഇൻറ്റു എക്സ് എന്ന് പറയണത് എക്സ് എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ എക്സ് ആയിട്ട് വരുന്നത് 6ഉം എക്സ് ആയിട്ട് വരുന്നത് 6ഉം വൈ ആയിട്ട് വരുന്നത് 0.5 ആണ് അല്ലേ. അപ്പോൾ 2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നിടത്ത് 6 ഇൻറ്റു വൈ എന്ന് പറയുന്നിടത്ത് 0.5. അപ്പോൾ 2 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 0.5 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 6.0 എന്ന് ഉത്തരം കിട്ടും. 6.0 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ അതായത് നമുക്ക് 6 ആണ് ഇവിടെ വന്ന നമ്പർ 6 ആയിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, when 10 is added to 3 times a number, it become 5 times the number. What is that number? എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു സംഖ്യയുടെ 3 മടങ്ങിൽ 10 ചേർക്കുന്നു, അത് ആ സംഖ്യയുടെ 5 മടങ്ങാകുന്നു. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു സംഖ്യ. അപ്പം നമ്മൾ നമ്പറിനെ എന്തെന്ന് എടുക്കും? നമ്പർ നമുക്ക് അറിയില്ല അല്ലേ. നമ്പറിനെ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. നമ്പർ നമുക്ക് അറിയില്ല, അപ്പം നമ്പറിനെ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. അപ്പം അതിൻ്റെ 3 ടൈംസിനോട്, ആ നമ്പറിൻ്റെ 3 ടൈംസ് എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു എക്സ് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലേ. 3 ടൈംസ് എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു എക്സ് ആണ്. അതിനോട് എത്ര ചേർക്കുന്നു? 10 ആഡ് ചെയ്യുന്നു. അപ്പോൾ അത് ആ സംഖ്യയുടെ 5 ടൈംസ് ആവും. അപ്പോൾ 5 ഇൻറ്റു എക്സ് എന്ന് ഇട്ടു. പിന്നെ 10 അവിടെ ഇട്ടു. 3x അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇക്വൽ ടുവിന് അപ്പുറം പോകുമ്പോൾ എന്തായി? മൈനസ് ആയി അല്ലേ. പ്ലസ് 3x ആണ്, അത് ഇക്വൽ ടുവിന് അപ്പുറം പോകുമ്പോൾ മൈനസ് ആയി. അപ്പോൾ 5xന്ന് 3x മൈനസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 2s. അപ്പോൾ 10 is equal to 2x എന്ന് കിട്ടും. അപ്പോൾ x is equal to എന്തായിരിക്കും? ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുകയാണ്, അതിന് അവിടെ കൊടുന്നാൽ ഡിവൈഡ് ആവും അല്ലേ. അപ്പോൾ 10/2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 5 ആണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? 5 ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ബിലോ. താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അത് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദ സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഓഡ് നമ്പേഴ്സ് ആർ ഓഡ് നമ്പേഴ്സ്. എല്ലാ ഓഡ് നമ്പേഴ്സിൻ്റെയും എന്താണ് സ്ക്വയേഴ്സും എന്ത് തന്നെയായിരിക്കും? ഓഡ് നമ്പേഴ്സ് ആയിരിക്കും അല്ലേ. എല്ലാ ഓഡ് നമ്പേഴ്സിൻ്റെയും സ്ക്വയേഴ്സും ഓഡ് നമ്പർ തന്നെയായിരിക്കും. രണ്ടാമത്തത്, വെൻ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആർ ഡിവൈഡഡ് ബൈ 3 ദ റിമൈൻഡർ വിൽ ബി 2. രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ, അതായത് പൂർണ്ണവർഗങ്ങളെ 3ൽ ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദ റിമൈൻഡർ വിൽ ബി 2. അത് അതിൻ്റെ റിമൈൻഡർ ശേഷം വരുന്നത് 2 ആകും എന്നാണ്. അപ്പോൾ ഏതൊരു പെർഫെക്റ്റ് സ്ക്വയറിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിമൈൻഡർ വരുന്നത് 2 ആയിരിക്കും. ഇതാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, വെൻ ദ സ്ക്വയേഴ്സ് ഓഫ് ഓഡ് നമ്പേഴ്സ് ആർ ഡിവൈഡഡ് ബൈ 4 ദ റിമൈൻഡർ വിൽ ബി 1. എന്താ പറഞ്ഞിരിക്കുന്നത്? ഓഡ് നമ്പേഴ്സിൻ്റെ അല്ലേ, ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിനെ, അതായത് വർഗ്ഗങ്ങളെ 4ൽ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന് റിമൈൻഡർ 1 വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, വെൻ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആർ ഡിവൈഡഡ് ബൈ 4 ദ റിമൈൻഡർ വിൽ ബി 0 or 2. അടുത്തത് പറഞ്ഞിരിക്കുന്നത്,
പെർഫെക്റ്റ് സ്ക്വയേഴ്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ ആയിട്ട് ഇഷ്ടമായിട്ട് എന്തൊരു 0 അല്ലെങ്കിൽ 2 വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെയാണ് ശരി എന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് ശരി? സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ് അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്. ഏതൊരു ഓഡ് നമ്പറിൻ്റെ സ്ക്വയറിനെയും ഏത് ഓഡ് നമ്പറിൻ്റെ സ്ക്വയറും എന്ത് തന്നെയായിരിക്കും? ഓഡ് നമ്പർ തന്നെയായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം ശരിയാണ്. പിന്നെ ശരിയായിട്ടുള്ളത് മൂന്നാമത്തേത് എന്താ പറയണത്? ഓഡ് സംഖ്യകളുടെ സ്ക്വയേഴ്സിനെ അല്ലെങ്കിൽ വർഗ്ഗങ്ങളെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ ആയിട്ട് 1 വരും. അപ്പോൾ 1ഉം 3ഉം അതായത് ബി ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും, ഇങ്ങനത്തെ മോഡലായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ടോട്ടലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ബിലോ. താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് നൽകിയിരിക്കുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് തന്നിരിക്കുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് എ, ദ സം ഓഫ് ദ ഇന്നർ ആംഗിൾസ് ഓഫ് ഹെക്സഗൺ ഈസ് 720. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഹെക്സഗണിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ അതായത് ഉൾക്കോണുകളുടെ തുക 720 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ബി തന്നിരിക്കുന്നത് ദ സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ 180. ഒരു ട്രയാങ്കിളിൻ്റെ അല്ലെങ്കിൽ ത്രികോണത്തിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ ഉൾക്കോണുകളുടെ തുക 180. ആകെ തുക എന്ന് പറയുന്നത് 180 ആകുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചത്, അല്ലെങ്കിൽ ഇത് കറക്റ്റ് ഇത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യം പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും രണ്ടാമത് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് അല്ലേ? ഹെക്സഗണിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 720 ആണ്. അതുപോലെ ഇന്നർ ആംഗിൾസ് ഓഫ് ട്രയാങ്കിളിൻ്റെ സമ്മും എന്ന് പറയുന്നത് 180 ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ബി ഈസ് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് എ. എയുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റീസൺ ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് ബി എന്ന് പറയുന്നത്. അപ്പോൾ സി ആണ് ഇതിൽ ഓപ്ഷനായിട്ട് നിങ്ങൾ എടുത്ത് എഴുതേണ്ടത്. സെക്ഷൻ ബിയിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5th ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് സൈഡ് ഓഫ് റെഗുലർ പോളിഗൺ ഈസ് 12. റെഗുലർ പോളിഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ് എന്ന് പറയുന്നത് 12 ആണ്. 12 വശങ്ങളുണ്ട് എന്തൊരു റെഗുലർ പോളിഗണിന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആൻ ഔട്ടർ ആംഗിൾ ഓഫ് ദിസ് പോളിഗൺ? എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ പോളിഗണിലെ ഒരു ഔട്ടർ ആംഗിളിൻ്റെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെഷർമെൻറ്റ് എത്രയാണ്? പോളിഗണിൻ്റെ ഒരു ഔട്ടർ ആംഗിളിൻ്റെ മെഷർമെൻറ്റ് അളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ ഉത്തരം കണ്ടുപിടിക്കാം? അതായത് മെഷർ ഓഫ് ആൻ ഔട്ടർ ആംഗിൾ മൊത്തം നമുക്ക് എത്രയാണ്? 360 ആണ്. മെഷർ ഓഫ് ആൻ ഔട്ടർ ആംഗിൾ കാണാൻ മൊത്തം 360 ആണ്. 360 ഡിവൈഡഡ് ബൈ എത്ര സൈഡ് ഉണ്ട്? 12 സൈഡ് ഉണ്ട്. അപ്പോൾ 316 ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 30 ഡിഗ്രി കിട്ടി. അപ്പോൾ ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. 360നെ നമ്പർ ഓഫ് സൈഡും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആൻ ഇന്നർ ആംഗിൾ ഓഫ് ദിസ് പോളിഗൺ? ഈ പോളിഗണിൻ്റെ ഇന്നർ ആംഗിളിൻ്റെ അതായത് അകത്തെ കോണിൻ്റെ ഉൾക്കോണിൻ്റെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ദ മെഷർ ഓഫ് ആൻ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 180 ആണ്. അപ്പോൾ 180ന്ന് ഒരു ഔട്ടർ ആംഗിൾ മൈനസ് ചെയ്താൽ മതി. മെഷർ ഓഫ് ആൻ ഇന്നർ ആംഗിൾ ഇസിക്കൽ ടു 180ൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഒരു ഔട്ടർ ആംഗിളിന് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇന്നർ ആംഗിളിൻ്റെ ഇത് കിട്ടും. 150 ആണ്. അപ്പോൾ ഒരു ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 150 ആയിരിക്കും. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ, വൺ ആംഗിൾ ഓഫ് an isosceles triangle is 100 ഡിഗ്രി. വാട്ട് ആർ ദ അതർ 2 ആംഗിൾസ്? എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു ഐസോലെസ് ട്രയാങ്കിളിൻ്റെ ഒരു കോണ് എത്രയാണ്? ഒരു ആംഗിൾ എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്. വാട്ട് ആർ ദ 2 ആംഗിൾസ്? അങ്ങനെയാണെങ്കിൽ മറ്റ് 2 ആംഗിൾസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ആംഗിൾ 100 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റ് 2 ആംഗിൾ എന്താണ്? നമുക്കറിയാം 180യിൽ നിന്ന് 100 മൈനസ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മറ്റ് 2 ആംഗിൾസിൻ്റെ കിട്ടും. 180യിൽ നിന്ന് 100 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നത്?
80. അപ്പോൾ അതായത് മറ്റ് രണ്ട് സൈഡുകൾ കൂട്ടുമ്പോൾ നമുക്ക് 80 കിട്ടുന്നത് അല്ലേ. രണ്ട് ആംഗിൾസ് സെയിം ആയിരിക്കും. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 80 കിട്ടുന്നത്. അപ്പോൾ 80/2 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 40. അപ്പോൾ അടുത്ത രണ്ട് ആംഗിൾസ് എന്ന് പറയുന്നത് ഒന്ന് 40 ഡിഗ്രി ആയിരിക്കും, മറ്റൊന്ന് 40 ഡിഗ്രി ആയിരിക്കും. മറ്റത് മാത്രം എന്തായിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെവൻത് ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് 10 ആസ് ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 2 നമ്പേഴ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? 10നെ രണ്ട് സംഖ്യകളുടെ സ്ക്വയറിൻ്റെ ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 10നെ രണ്ട് സംഖ്യകളുടെ സ്ക്വയേഴ്സ് ഓഫ് ഡിഫറൻസ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെ എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. എങ്ങനെയാണ്? 10 ആണല്ലേ, രണ്ട് സംഖ്യകളുടെ. അപ്പോൾ 10 + 1/2 ഹോൾ സ്ക്വയർ മൈനസ് എന്താണ് 10 - 1/2 ഹോൾ സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? 11² 2 - 9/2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ. ഇതിന് 11² നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാം. മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ 11നെ എങ്ങനെ? 5 × 2 10 അല്ലേ. 10 + 1 11. 11² മൈനസ് എന്താണ് 4 1/2 ഹോൾ സ്ക്വയർ. അപ്പോൾ 4 4 × 2 8 8 + 1 9 9 ഹോൾ സ്ക്വയർ 9/2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇതിൽ നിന്നും ഇങ്ങനെ 10നെ രണ്ട് സംഖ്യാവർഗ്ഗങ്ങളുടെ എന്താണ് സ്ക്വയേഴ്സ് ഓഫ് ഡിഫറൻസ് ഓഫ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 8th ക്വസ്റ്റ്യൻ. In the quadrilateral, the sides on the left and right above the diagonal and the sides on the left and right below the diagonal are equal. Find all the angles of the quadrilateral. അതായത് താഴെ തന്നിരിക്കുന്നത് ഒരു ഇതാണ് അല്ലേ, ക്വാഡ്രിലാറ്ററലാണ്. അതായത് ഒരു ചതുർഭുജമാണ്. അതിന് ചരടിന് മുകളിൽ ഇടത്തും വലത്തുമുള്ള വശങ്ങളും ആ ചരടിന് താഴെ ഇടത്തും വലത്തുമുള്ള വശങ്ങളും എന്താണ് സൈഡ്സ് റൈറ്റും ബിലോ ദ ഡയഗണലും എന്താണ് ഈക്വൽ ആണ് അല്ലേ. ചരടിന് താഴെ എടുത്തും വലത് രണ്ടും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ കോണുകളുടെയും അളവ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്വാഡ്രിലാറ്ററൽ എന്താണ് ഈ ചരടിന് മുകളിലുള്ള ഇടത്തും വലത്തുമുള്ള വശങ്ങളും ചരടിന് താഴെ ഇടത്തും വലത്തുള്ള വശങ്ങളും എന്താണ് ഈക്വൽ ആണ്. ഡയഗണലിൻ്റെ സൈഡ്സ് ലെഫ്റ്റും റൈറ്റും ബിലോ ദ ഡയഗണൽസ് ആറും എന്താണ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഓൾ ദ ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ. ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ കണ്ടുപിടിക്കാം. നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ ഈ ഫിഗറിൽ. AD = CD എന്നാണ് നമ്മളോട് പറയുന്നത്. AD = CD ആണ്. അതായത് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ഓപ്പോസിറ്റ് ദി സൈഡ് വിൽ ബി എന്താണ് ഈക്വൽ ആണ്. അപ്പോൾ CDക്ക് ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? CAD ആണ്. CDക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ CAD ആണ് അല്ലേ. CAD ആണ്. അപ്പോൾ CAD എത്രയാണ്? 30 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ ഓപ്പോസിറ്റ് ടു ADക്ക് ഓപ്പോസിറ്റ് ഉള്ളത് ഏതായിരിക്കും? ആംഗിൾ ACD ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതും എന്ത് തന്നെയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ACD 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ പിന്നെ AB = എന്താണ്? AB = BC ആണ്. AB = BC ആണ്. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ BACയും ആംഗിൾ ACBയും എത്രയാണ്? ACB 50 ഡിഗ്രി ആയതുകൊണ്ട് BAC എന്ത് തന്നെയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 30 ഡിഗ്രിയാണ്. ഇത് എത്രയായിരിക്കും? BAC എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ട്രയാങ്കിൾ ABC ആംഗിൾ B എന്ന് പറയുന്നത് എന്തായിരിക്കും? 180ൽ നിന്ന് 50 പ്ലസ് ചെയ്യും അല്ലേ. 50 പ്ലസ് ചെയ്തിട്ട് 180 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 80 ഡിഗ്രി കിട്ടും. അപ്പോൾ ആംഗിൾ B എന്ന് പറയുന്നത് 80 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ആംഗിൾ D എന്ന് പറയുന്നത് രണ്ടും 30 ആണ്. അപ്പോൾ 180ൽ നിന്ന് 30 + 30 60. അപ്പോൾ 180ൽ നിന്ന് 60 മൈനസ് ചെയ്താൽ നമുക്ക് 120 കിട്ടും. അപ്പോൾ ഇൻ ക്വാഡ്രിലാറ്ററൽ ആംഗിൾസ് ആർ ആംഗിൾ A എന്ന് പറയുന്നത് 50 + 30 എത്രയാണ്? 80 ആണ്.
ആംഗിൾ ബി എന്ന് പറയുന്നത് 80 ആണ്. ആംഗിൾ സി എന്ന് പറയുന്നത് 50 + 30 എത്ര 80 ആണ്. ആംഗിൾ ഡി എന്ന് പറയുന്നത് 120 ആണ്. 120 ആണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ആംഗിൾസ് ആയിട്ട് വരുന്നത്. സെക്ഷൻ സിയിലെ 9ാമത്തെ ക്വസ്റ്റ്യൻ, നോട്ടീസ് ദ പാറ്റേൺ ഇൻ ദ ഓപ്പറേഷൻസ് ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന പാറ്റേൺ നോക്കുക. എന്നിട്ട് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് ദ നെക്സ്റ്റ് ലൈൻ ഇൻ ദിസ് പാറ്റേൺ. ഈ പാറ്റേണിൻ്റെ നെക്സ്റ്റ് ലൈൻ നോക്കൂ. ഇവിടെ എന്താ പ്രത്യേകത? 7 സ്ക്വയർ കഴിഞ്ഞ് 2 സ്കിപ്പ് ചെയ്തിട്ട് 9 സ്ക്വയർ, പിന്നെ 2 സ്കിപ്പ് ചെയ്ത് 11 സ്ക്വയർ ആണ്. അതുപോലെ അടുത്ത പാറ്റേണിൽ 5 സ്ക്വയർ 2 സ്കിപ്പ് ചെയ്ത് 7 സ്ക്വയർ 9 സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്? 24, 32, 40. അതായത് 8 വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യാണ് അല്ലേ? 8 വെച്ചിട്ട് കൂടുകയാണ്. പിന്നെ 5, 6, 7 ആണ്. അടുത്തത് 8 സ്ക്വയർ ആയിരിക്കും അല്ലേ? പിന്നെ 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ, അടുത്തത് 4 സ്ക്വയർ ആക്കി. അപ്പോൾ അതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 7 സ്ക്വയർ 9 സ്ക്വയർ 11 സ്ക്വയർ, പിന്നെ 13 സ്ക്വയർ മൈനസ് അടുത്തത് 11 സ്ക്വയർ. 9 കഴിഞ്ഞാൽ 10, 11 സ്ക്വയർ ഇസിക്കൽ ടു 14 കഴിഞ്ഞാൽ 8 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 48 ഇസിക്കൽ ടു നമുക്ക് എങ്ങനെ കിട്ടും? 7 സ്ക്വയർ കഴിഞ്ഞാൽ 8 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ കഴിഞ്ഞാൽ 4 സ്ക്വയർ. ഇങ്ങനെയാണ് പാറ്റേൺ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് റൈസ് ദ ജനറൽ പ്രിൻസിപ്പിൾ ആസ് ആൻ ആൽജിബ്രിക് ഇക്വേഷൻ. ആൽജിബ്രിക് ഇക്വേഷനിൽ ഇതിൻ്റെ പാറ്റേൺ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ്. 4 × xy ഇസിക്കൽ ടു നമ്മൾ പഠിച്ചിരിക്കുന്നതാണ് x + y the whole square minus x minus y whole square എന്നായിരിക്കും അതിൻ്റെ ആൽജിബ്രിക് എക്സ്പ്രഷൻ, ബീജഗണിത രൂപം ഉണ്ടാവുക അല്ലേ? 4 × xy ഇസിക്കൽ ടു x + y സ്ക്വയർ മൈനസ് x minus y the whole square എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ട് 19 സ്ക്വയർ മൈനസ് 17 സ്ക്വയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. 19 സ്ക്വയർ മൈനസ് 17 സ്ക്വയർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 19 സ്ക്വയർ മൈനസ് 17 സ്ക്വയർ ചെയ്യുമ്പോൾ x + y the whole square മൈനസ് x minus y the whole square ആണ്. x എന്ന് പറയുന്നത് ഇപ്പോൾ ഇതെടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സിംപ്ലിഫൈ എക്സിന് 19 നമുക്ക് എങ്ങനെയാണ്? 18 പ്ലസ് 1 സ്ക്വയർ, y എന്ന് പറയുന്നത് 1 ആക്കിയ 1 സ്ക്വയർ മൈനസ് എക്സ് എന്ന് പറയുന്നത് വീണ്ടും 18 മൈനസ് 1 സ്ക്വയർ അല്ലേ? 1 സ്ക്വയർ. അതായത് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 4xy ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 4xy ആണെന്ന് ഇപ്പോൾ മേലെ പറഞ്ഞിരുന്നു. 4xy ഇസിക്കൽ ടു x + y the whole square മൈനസ് x minus y the whole square എന്നാണ്. അപ്പോൾ നമുക്കിതിനെ 4 × x എന്ന് പറഞ്ഞാൽ എത്രയാണ്? x എന്ന് പറഞ്ഞാൽ 18 ആണ്. ഇൻറ്റു y എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 72 എന്ന് കിട്ടും. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് വേറൊരു കാൽക്കുലേഷൻസ് ആണ് തന്നിരിക്കുന്നത്. 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ഇസിക്കൽ ടു 5 ഇസിക്കൽ ടു 3 + 2, 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഇസിക്കൽ ടു 7 ഇസിക്കൽ ടു 4 + 3, 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ ഇസിക്കൽ ടു 9 ഇസിക്കൽ ടു 5 + 4. ഇതിൻ്റെ നെക്സ്റ്റ് ലൈൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 3, 4, 5 ആണ്. അപ്പോൾ അടുത്തത് എത്രയായിരിക്കും? 6 സ്ക്വയർ 2, 3, 4 അപ്പം 5 സ്ക്വയർ ഇസിക്കൽ ടു ഇവിടെ എത്രയാണ്? 2 വെച്ചിട്ടാണ് 5, 6, 7, 8, 9 അല്ലേ? 10, 11. അപ്പം 11 ഇസിക്കൽ ടു അടുത്തത് 5 ആണ്. അടുത്തപ്പോൾ നമുക്ക് എത്ര വരും? 6 + 5 അപ്പോൾ 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ഇസിക്കൽ ടു 11 ഇസിക്കൽ ടു 6 + 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ജനറൽ പ്രിൻസിപ്പിൾ ആൽജിബ്രിക് എക്സ്പ്രഷനും അതിന് 10 സ്ക്വയർ മൈനസ് 9 സ്ക്വയറും കൊണ്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൽജിബ്രിക് എക്സ്പ്രഷൻ കിട്ടിക്കഴിയും. അപ്പോൾ നമുക്ക് എന്താണ് ആൽജിബ്രിക് എക്സ്പ്രഷൻ? അങ്ങനെ വന്നാൽ എന്തായിരിക്കും ആൽജിബ്രിക് എക്സ്പ്രഷനായിട്ട് വരുന്നത്? അങ്ങനെ വന്നാൽ ആൽജിബ്രിക് എക്സ്പ്രഷനായിട്ട് വരുന്നത് x + x - 1 2x - 1 ഇസിക്കൽ ടു x + x - 1 എന്നാണ് ആൽജിബ്രിക് എക്സ്പ്രഷനായിട്ട് വരുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 10 സ്ക്വയർ മൈനസ് 9 സ്ക്വയറിനെ ഇതേ രൂപത്തിലാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ x എന്ന് പറയുന്നത് 10 + 9 ഇസിക്കൽ ടു എത്ര വരും? 19. 10th question. The outer angle of a regular polygon is 24. ഒരു റെഗുലർ പോളിഗണിൻ്റെ റെഗുലർ പോളിഗണിൻ്റെ ഔട്ടർ ആംഗിൾ 24 ഡിഗ്രിയാണ്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ഇന്നർ ആംഗിൾ ഓഫ് ദിസ് പോളിഗൺ? ഈ പോളിഗണിൻ്റെ ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നർ ആംഗിൾ ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞാണല്ലേ. എങ്ങനെയാണ് മെഷർ ഓഫ് ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത്? എന്തായിരിക്കും? 180ൽ നിന്ന് ആ ഔട്ടർ ആംഗിൾ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടി? 156 ഡിഗ്രിന്ന് കിട്ടി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഹൗ മെനി സൈഡ്സ് ഓഫ് ദിസ് പോളിഗൺ ഹാവ്? ഈ പോളിഗണിന് എത്ര സൈഡ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പോളിഗണിൻ്റെ സൈഡ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്പർ ഓഫ് സൈഡ്സ് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 360 ഡിവൈഡഡ് ബൈ നമ്മുടെ ഔട്ടർ 24 ഇസ് ഈക്വൽ ടു, അപ്പോൾ എത്ര കിട്ടി? 15. നമ്പർ ഓഫ് സൈഡ് എന്ന് പറയുന്നത് 15 ആണ്. അടുത്തത് ചോദിച്ചിരിക്കുന്നത് സി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് സം ഓഫ് ദ ആംഗിൾസ് ഓഫ് ദിസ് പോളിഗൺ? ഈ പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സം ഓഫ് ദി ആംഗിൾസ് ആണ് 180 ഇൻറ്റു n-2. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 180 ഇൻറ്റു n എന്ന് പറയുന്നത് 15 ആണ്. നമ്പർ ഓഫ് സൈഡ് എന്ന് പറയുന്നത് 15 ആണ്. -2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 180 ഇൻറ്റു 15 - 2 13. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2340 ഡിഗ്രിന്ന് കിട്ടി. അപ്പോൾ സം ഓഫ് ദി ആംഗിൾസ് എന്ന് പറയുന്നത് ഇതാണ്. സം ഓഫ് ദി ആംഗിൾ കാണാനുള്ള ഇക്വേഷനാണ് 180 ഇൻറ്റു n-2 അല്ലെങ്കിൽ n-2 ഇൻറ്റു 180. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, ആൻസർ സെയിം ആയിരിക്കും. ഇനി 11th ക്വസ്റ്റ്യൻ. ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 50 മീറ്റർ. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. വൺ സൈഡ് ഇസ് 5 മീറ്റർ. ഹൗ മെനി മീറ്റേഴ്സ് ഇസ് ദ അതർ സൈഡ്? ഒരു സൈഡ് 5 മീറ്റർ ആണ്. ബാക്കിയുള്ള സൈഡ്സ് എത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്? റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് 50 സെൻറ്റിമീറ്ററിന് തന്നിട്ടുണ്ട്, അല്ലേ? 50 മീറ്ററിന് തന്നിട്ടുണ്ട്. അപ്പോൾ പെരിമീറ്റർ ഓഫ് ദി റെക്റ്റാങ്കിൾ 50 മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ 2 ഇൻറ്റു എൽ പ്ലസ് ബി എന്നല്ലേ കാണുന്നത്? 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ്, അല്ലേ? 2 ഇൻറ്റു എൽ പ്ലസ് ബി ഇസ് ഈക്വൽ ടു എത്രയാണ്? 50 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഷോർട്ടസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞത് 5 മീറ്റർ ആണ്. ദെൻ മറ്റ് രണ്ടും വേറെ സൈഡാണ്. അപ്പോൾ 2 ഇൻറ്റു 5 എന്ന് പറഞ്ഞാലാണ് എന്തെന്ന് പറയുന്നത്? 10 മീറ്റർ ആണ്, അല്ലേ? അപ്പോൾ രണ്ട് ലോങ്ങർ സൈഡ് എന്ന് പറഞ്ഞാൽ 50 - 10 ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 40 മീറ്റർ കിട്ടി. അപ്പോൾ ലോങ്ങർ സൈഡ് എന്ന് പറഞ്ഞാൽ 40/2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? 20 മീറ്റർ കിട്ടി. അപ്പോൾ ഒരു സൈഡ് എന്തായിരിക്കും? 20 മീറ്റർ ആയിരിക്കും. മറ്റേ സൈഡ് എന്ന് പറയുന്നത് 40 മീറ്റർ ആയിരിക്കും. Twelfth question. A quadrilateral has two pair of opposite angles that are equal. Prove that its quadrilateral is parallelogram. എന്താ തന്നിരിക്കുന്നത്? ഒരു ക്വാഡ്രിലാറ്ററലിന് രണ്ട് പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ട്. അത് ഈക്വൽ ആണ്. പ്രൂവ് ദാറ്റ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് എ പാരലോഗ്രാം. ഈ ചതുർഭുജം എന്താണ്? ഒരു പാരലോഗ്രാം ആണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എങ്ങനെ പാരലോഗ്രാം ആണെന്ന് തെളിയിക്കാം? നോക്കൂ, നമ്മൾ ഒരു ക്വാഡ്രിലാറ്ററൽ ABCD വരച്ചിട്ടുണ്ട്. അതിലൊരു ഡയഗണൽ വരച്ചിട്ടുണ്ട് BD എന്ന് പറയുന്നത്. നമ്മൾ രണ്ട് ട്രയാങ്കിൾസ് എടുക്കുകയാണ്. ഇതിനകത്ത് ABDയും പിന്നെ ഏതാണ്? CBDയും. ഇത് രണ്ടിലും എന്താണ്? AB എന്ന് പറയുന്ന സൈഡിന് ഈക്വൽ ആയിരിക്കും എന്തെന്ന് പറയുന്നത് CD എന്ന് പറയുന്നത്. അതുപോലെ BCക്ക് ഈക്വൽ ആയിരിക്കും എന്തെന്ന് പറയുന്നത് AD എന്ന് പറയുന്നത്. BD രണ്ടിനും കോമൺ സൈഡാണ്. അപ്പോൾ BD is equal to BD. അപ്പോൾ triangle ABD are equal to the side of triangle CBD. The angle opposite to the equal sides are also equal. So angle ABDയും angle CDBയും എന്തായിരിക്കും? സൈഡ്സ് അല്ലേ? AB ആൻഡ് CD എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ABയും CDയും പാരലൽ ആയിരിക്കും. BCയും ADയും BCയും പാരലൽ ആയിരിക്കും. സോ ദ ക്വാഡ്രിലാറ്ററൽ ABCD ഈസ് എന്താണ്? പാരലോഗ്രാം. രണ്ട് സൈഡും പാരലലാണ്, അല്ലേ? അപ്പോൾ അതെന്താണ്? ഒരു പാരലോഗ്രാം ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇൻ ദ ഫിഗർ AB ഈസ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ. AB എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ്. സെൻറ്റർ ആണ് O എന്ന് പറയുന്നത്. C ഈസ് ദ പോയിന്റ് ഓൺ ദി സർക്കിൾ. C എന്ന് പറയുന്നത് സർക്കിളിലെ ഒരു പോയിന്റ് ആണ്. ആംഗിൾ A 40 ഡിഗ്രി, ആംഗിൾ B 50 ഡിഗ്രി. കാൽക്കുലേറ്റ് ദ മെഷർ ഓഫ് ആംഗിൾ OCA. ആംഗിൾ OCAയും ആംഗിൾ OCBയും ആംഗിൾ ACBയും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നോക്കൂ, ആംഗിൾ A 40 ഡിഗ്രിയാണ്, ആംഗിൾ B 50 ഡിഗ്രിയാണ്. ട്രയാങ്കിൾ AOC എന്ന് പറയുന്നത് AOC എന്ന് പറയുന്നത് ഈസ് ആൻ ഐസലസ് ട്രയാങ്കിൾ. അതുകൊണ്ട് തന്നെ എന്താണ്? OCAയും OACയും എന്തായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. OCAയും OACയും എന്തായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. ബാക്കി കണ്ടുപിടിക്കാൻ ഇത് രണ്ടും കൂട്ടിയിട്ട് 180 മൈനസ് ചെയ്താൽ മതി. അതുപോലെ BOCയും ഐസലസ് ട്രയാങ്കിൾ ആണ്, അല്ലേ? BOCയും ഐസലസ് ട്രയാങ്കിൾ ആയിരിക്കും. അത് 40 ഡിഗ്രി ആയിരിക്കും.
ബി ഒ സിയും ട്രയാങ്കിൾ BOCയും ഐസോസെലസ് ട്രയാങ്കിളാണ്. അതുകൊണ്ട് OCBയും അതുപോലെ OBCയും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഇത് രണ്ടും എത്രയായിരിക്കും? 50. ഇത് 50 ഡിഗ്രി ആയിരിക്കും അല്ലേ? ബി 50 ആണെങ്കിൽ സിയും എന്തായിരിക്കും? 50 ആയിരിക്കും. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആംഗിൾ ACB = എന്തായിരിക്കും? OCAയും OCBയും ആഡ് ചെയ്താൽ മതി അല്ലേ? 40 + 50. 40 + 50 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ACB കിട്ടും. ACB കിട്ടും. ACB എന്ന് പറയണത് 90 ഡിഗ്രി ആയിരിക്കും. ACB എന്ന് പറയണത് 90 ഡിഗ്രി ആയിരിക്കും. 40 + 50 കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ കിട്ടും. അത് 90 ഡിഗ്രി ആയിരിക്കും. ഇത് 40 ആയിരിക്കും, ഇത് 50 ആയിരിക്കും. 50 + 40 90. നെക്സ്റ്റ് സെക്ഷൻ ഡിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. 13th question. Mark a square of 9 numbers in a calendar. Mark the 4 numbers in the corner. Calculate the products of the diagonal pairs of a numbers and find their difference. താഴെ തന്നിരിക്കുന്നത് എന്താണ്? ഒരു കലണ്ടറിൽ 9 സംഖ്യകളുള്ള ഒരു സ്ക്വയർ അടയാളപ്പെടുത്തിയേക്കാണ്. അതിൽ കോണുകളിൽ വരുന്ന 4 സംഖ്യകൾ അടയാളപ്പെടുത്തി അതിൻ്റെ പ്രോഡക്റ്റും അതിൻ്റെ ഡിഫറൻസും കാണാനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് കാണുകയെന്ന് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്ന കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഇതൊക്കെയാണ്. അപ്പോൾ കോർണറിൽ കാണുന്നത് ഏതൊക്കെയാണ്? 9ഉം 25ഉം 9ഉം 25ഉം. നെക്സ്റ്റ് തന്നിരിക്കുന്നത് 23ഉം 11ഉം ആണ്. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ പ്രോഡക്റ്റ് കാണാം. 9 × 25 225 ആണ് കിട്ടുക. അടുത്തത് 11 × 23 ചെയ്യുമ്പോൾ 253 ആണ്. പിന്നെ അവർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. 253 225 മൈനസ് ചെയ്യുമ്പോൾ 28. അപ്പോൾ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് എത്രയാണ്? 28 ആണ്. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഓൾജിബ്രിക് മെത്തേഡ് എഴുതാനാണ്. നമ്മൾ ഓൾജിബ്രിക് മെത്തേഡ് എഴുതുമ്പോൾ നടുക്കെടുക്കുന്ന സംഖ്യയെ നമ്മൾ x എന്ന് എടുത്തു. അതിന് തൊട്ട് മുമ്പുള്ള നമ്പർ അപ്പോൾ എത്രയായിരിക്കും? അതിൽ നിന്നും 1 കുറവായിരിക്കും. x - 1 ആയിരിക്കും. അതിന് ശേഷമുള്ളത് x + 1. അതിന് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 1 കൂടുതലായിരിക്കും. അതുപോലെ x + 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 7 ദിവസം കഴിഞ്ഞിട്ടല്ലേ അടുത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ 1 ഉണ്ട്. പിന്നെ എത്രയാണ്? 6 നമ്പർ. ഈ എക്സിനോട് 6 കൂട്ടുമ്പോൾ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് അടുത്ത ഡേ. അപ്പോൾ പിന്നെ അടുത്തത് x + 7. ഇതിനോട് 1 കൂട്ടിയാൽ 7 കിട്ടി. ഇതിനോട് 1 കൂട്ടിയാൽ 8 കിട്ടി. ഇതേപോലെ തന്നെയാണ് x - 1. അപ്പം വീണ്ടും അതിന് മുമ്പുള്ളത് അല്ലേ 6 ദിവസം, അതായത് മൊത്തം 7 ദിവസം. അപ്പോൾ ഇവിടെ 1 ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ x - 6, അതിന് മുമ്പ് x - 7, x - 8. ഇങ്ങനെയാണ് നമുക്കിത് കിട്ടുക. ഇതിൻ്റെ ഓൾജിബ്രിക് മെത്തേഡ് എഴുതുമ്പോൾ ക്രോസ് ചെയ്യുന്നത് ആരൊക്കെ തമ്മിലായിരിക്കും? ക്രോസ് ചെയ്യുന്നത് ഇവർ തമ്മിലും ആയിരിക്കും ക്രോസ് ചെയ്യുക. അപ്പോൾ x - 8 × x + 8 = x × x x² - 8 × 8 8². അപ്പോൾ x² - 8ൻ്റെ സ്ക്വയർ 64 എന്ന് കിട്ടി. അതുപോലെ x - 6ഉം x + 6ഉം ആണ്. x × x x² - 6 × 6 6². അപ്പോൾ x² - 6ൻ്റെ സ്ക്വയർ 36. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് x² - 36 എന്തായിരിക്കും? x² - 64 ആയിരിക്കും. x² - 36 - x² പ്ലസ് മൈനസും എന്തായി? പ്ലസ് ആയി. 64 എന്ന് കിട്ടി. അപ്പോൾ 64 36 x² ക്യാൻസലായി പോയി. 64 36 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 28 കിട്ടി. അപ്പോൾ അതിൻ്റെ ഓൾജിബ്രിക്കും നമ്മൾ എഴുതി. അതിൻ്റെ ഈ കലണ്ടറിൽ ഏതെടുത്താലും ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ഓൾവേസ് എത്രയായിരിക്കും? 28 ആയിരിക്കും. Next question. Here are some numbers involved in finding the square of a 2-digit number. Write the missing numbers indicated by question marks. Second question. Which number square was found? What is the square of the number? എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ സ്ക്വയറിൽ കൊടുത്തിരിക്കുന്ന ഒരു 2-digit നമ്പേഴ്സാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടണ എല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്യണം? ആ സംഖ്യകൾ എഴുതുക. ഏതൊക്കെയാണ് സംഖ്യകൾ എന്ന് വെച്ചാൽ അത് എഴുതുക. നമുക്കറിയാം 400 കിട്ടണമെങ്കിൽ ഏതിൻ്റെയൊക്കെ ആയിരിക്കും? 20 × 20 ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 400 കിട്ടുള്ളൂ. അതുപോലെ 9 കിട്ടണമെങ്കിലോ 3 × 3 ചെയ്താലേ എന്ത് കിട്ടുള്ളൂ? 9 കിട്ടുള്ളൂ. അപ്പോൾ 20 × 20 400 കിട്ടി. അടുത്ത് 20 × 3 എത്ര കിട്ടും? 60 കിട്ടും. അതുപോലെ 3 × 20 ചെയ്താൽ ഇവിടെയും 60 കിട്ടും. അപ്പോൾ മൊത്തം നമുക്ക് പിന്നെ 3 × 3 9. ഇനി രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് ഏത് സ്ക്വയർ അതിനകത്ത് ഫൗണ്ട് ചെയ്തത് അതിൻ്റെ ഇത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നോക്കാം. 23 സ്ക്വയറാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 23 സ്ക്വയറിന് 23 × 23 എന്ന് എഴുതി. അപ്പോൾ
അതിൻ്റെ എങ്ങനെ എഴുതാം? 400 പ്ലസ് ഏതൊക്കെയുണ്ട്? 400 പ്ലസ് 60 പ്ലസ് 60 പ്ലസ് 9 529. ഇവിടെ കിട്ടിയിരിക്കുന്ന സ്ക്വയർ 223 സ്ക്വയറാണ്. അതിൻ്റെ ഇതെന്ന് പറയുന്നത് 529 ആണ്. നെക്സ്റ്റ്, എ ട്രയാങ്കിൾ ഹാസ് സൈഡ് 10 സെൻറ്റിമീറ്റർ ആൻഡ് 12 സെൻറ്റിമീറ്റർ. ഡ്രോ ദ ട്രയാങ്കിൾ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് പെരിമീറ്റർ ആൻഡ് ഏരിയ. ആദ്യം നിങ്ങളോട് ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സൈഡ്സ് 10 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ പെരിമീറ്ററും ഏരിയയും കാണാനും കൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രയാങ്കിൾ വരയ്ക്കാൻ എല്ലാവർക്കും അറിയാം. സ്കെയിലിൽ മെഷർമെൻ്റ് എടുത്ത് കോമ്പസിൽ വെച്ചിട്ട് ആർക്കൊക്കെ വരച്ചിട്ട് വരയ്ക്കുക. നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇതിൽ എ ബിയും എ സിയും രണ്ട് സൈഡ് 10 സെൻറ്റിമീറ്റർ ആണ്. രണ്ട് സൈഡ് 10 സെൻറ്റിമീറ്റർ ഉയരമാണ്. ബി സി എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. രണ്ട് സൈഡ്സ് ഈക്വൽ ആയാൽ അതെന്താണ്? എ ബി സി ഈസ് ആൻ ഐസലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചു എ ടു ബി സിയിലേക്ക് അല്ലേ. അപ്പോൾ ബി ഡി ഇസിക്കൽ ടു സി ഡി ഇസിക്കൽ ടു എത്രയായിരിക്കും? ബി സി ബി ഡി, ഇവിടെയാണ് ഡി വന്നിരിക്കുന്നത്. അപ്പോൾ ബി ഡി ഇസിക്കൽ ടു സി ഡി ഇസിക്കൽ ടു ഇതിൻ്റെ പകുതി വീതം. ഇത് 6 ഇത് 6 അല്ലേ. അപ്പോൾ 6 സെൻറ്റിമീറ്റർ വീതമായിരിക്കും. ട്രയാങ്കിൾ എ ഡി ബി. എ ഡി സ്ക്വയർ എന്ന് പറഞ്ഞത് എത്രയായിരിക്കും? നമ്മൾ പറയില്ലേ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസിക്കൽ ടു ബേസ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറയാറില്ല. അതുപോലെ 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ. അപ്പോൾ 10ൻ്റെ സ്ക്വയർ 100, 6ൻ്റെ സ്ക്വയർ 36. അപ്പോൾ 100ൽ നിന്ന് 36 മൈനസ് ചെയ്താൽ എത്ര കിട്ടി? 64 കിട്ടി. അപ്പോൾ എ ഡി എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. എ ഡി എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. ബി ഡി എന്ന് പറയുന്നത് മൊത്തം ബി സി എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ബി ഡി എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്ററും സി ഡി എന്ന് പറയുന്നതും 6 സെൻറ്റിമീറ്റർ വീതമായിരിക്കും. അപ്പോൾ എ ഡി സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ ചെയ്തു. അപ്പോൾ 10ൻ്റെ സ്ക്വയർ 100, 6ൻ്റെ സ്ക്വയർ 36, 64 കിട്ടി. അപ്പോൾ എ ഡി എന്ന് പറയുന്നത് 8ൻ്റെ സ്ക്വയർ 8 സ്ക്വയർ ആണല്ലേ. √64 എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇനി ദ ഹൈറ്റ് ഓഫ് ദി ട്രയാങ്കിൾ അപ്പോൾ 8 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ കാണാം. പെരിമീറ്റർ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? എല്ലാം കൂടി പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ 10 + 10 + 12 ഇസിക്കൽ ടു 32 സെൻറ്റിമീറ്റർ. ഇനി ഏരിയ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 12 × 8 / 2. രണ്ട് സൈഡ് ഇരിക്കില്ലേ. അപ്പോൾ എത്ര കിട്ടി? 48 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.